നിങ്ങളിങ്ങനെ ഈ കപ്പൊന്നും വലിച്ചെറിയരുത് കേട്ടോ. വീട്ടിലായാൽ പോലും അലക്ഷ്യമായി പ്ലാസ്റ്റിക് കപ്പുകളൊന്നും വലിച്ചെറിയാതെ വേസ്റ്റ് ബോക്സിൽ ഇടണം. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം പെറുക്കി എടുത്ത് കളയണേ. ഇനി നമുക്ക് ആ കുന്നിൻ ചെരുവിലാണ് ക്ലാസ്. അങ്ങോട്ട് പോവാം. വന്നോളൂ. അവിടെയാ. വേഗം വാടാ. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റായ ഡോക്ടർ സ്മിത രാംദാസ് ആണ്. കൗമാരപ്രായം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അതേസമയം തന്നെ ഏറ്റവും അധികം വെല്ലുവിളികളുള്ള ഒരു പ്രായവുമാണ് കൗമാരപ്രായം. സാധാരണയായി ഈ കൗമാരപ്രായത്തിൽ കണ്ടുവരുന്ന ഒരു മാനസിക തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പഠിക്കാൻ ശ്രദ്ധ കിട്ടുന്നില്ല, അമിതഭാരം, പഠിച്ചാൽ മനസ്സിലാകുന്നില്ല, ഇതൊക്കെയാണ് ഒരു ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ഈ പ്രായത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം വികാരങ്ങളെ എങ്ങനെ നേരിടാം. ഇപ്പോൾ പല കുട്ടികളും പറയുന്നൊരു കാര്യമാണ് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രണാതീതമായിട്ടുള്ള കോപം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്ത് വികാരമാണെങ്കിലും അതിനെ യഥാസമയത്ത് വേണ്ട പോലെ നിയന്ത്രിക്കാൻ പറ്റാതെ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വികാരത്തിന് ഒരു കടിഞ്ഞാൺ നമ്മൾ ഇടേണ്ടതായിട്ടുണ്ട്. നമ്മളെ മനസ്സിൽ തോന്നുന്ന പോലെയൊക്കെ നമുക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഫലം പ്രശ്നമുള്ളതായിരിക്കും. അപ്പോൾ കോപം വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അതിനെ നേരിടും? പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുക. നമ്മൾ ചിന്തിക്കുന്ന അതേപോലെ തന്നെ മറ്റേ വ്യക്തിയും ചിന്തിക്കണമെന്നില്ല. കുറച്ച് നിമിഷങ്ങൾ ഒന്ന് നീട്ടി ശ്വാസം വലിച്ചു വിടുക, എന്നിട്ട് പ്രതികരിക്കുക. തീരെ പറ്റാത്ത ഒരവസ്ഥയാണെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കാതിരിക്കുക. നമ്മൾ അമിതമായി ദേഷ്യപ്പെട്ടൊരു കാര്യം പറയുന്നത് കൊണ്ട് അവിടെ ഫലം നമുക്കും ഉണ്ടാവുന്നില്ല, മറ്റേ ആൾക്കും ഉണ്ടാവുന്നില്ല. അപ്പം നല്ലൊരു രീതിയിലുള്ളൊരു ഫലം ഉണ്ടാവുകയാണ് നമ്മുടെ ഉദ്ദേശം. പലപ്പോഴും ഈ കോപവും ദേഷ്യം എന്നൊക്കെ പറഞ്ഞ് അമിതമായിട്ട് വരുന്നത് തെറ്റിദ്ധാരണകൾ കൊണ്ടാണ്. ആശയവിനിമയത്തിലുണ്ടാകുന്ന തെറ്റിദ്ധാരണകളുണ്ട്. അതുമാത്രമല്ല, എമ്പതി എന്ന് പറയും. എമ്പതി എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ആ വ്യക്തിയുടെ ചിന്താഗതികളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. നമ്മൾ ഈ പ്രായത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ജീവിതത്തെ ഒരുപാട് ബാധിക്കും. ഈ പ്രായത്തിൽ പൊതുവെ കുട്ടികൾ നേരിടുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന്, ഇവയുടെ ആസക്തി, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ലൈംഗികപരമായിട്ടുള്ള ചില സംശയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടതാണ്.